നമുക്ക് DQന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ DQ ആ ബ്രാൻഡിന് ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. മോഹൻലാലിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ചാറ്റ്ജിപിറ്റിയിലോ ജെമിനൈനോ ഇട്ടിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന പോലെയല്ലേ? ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? മിസ്യൂസ് ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ മേ ബി മിസ്യൂസ് ആണെന്നാണ് ഞാൻ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് AI ഡെഫിനറ്റ്ലി ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ ഇത് റെസ്ട്രിക്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കേസിൽ ഏത് സെലിബ്രിറ്റീസിന്റെ റെഫറൻസ് കൊടുത്താലും നമുക്ക് സിമിലർ ആയി കൂടെ നിൽക്കാം, കൂടെ ഇരിക്കാം, എല്ലാം ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഓപ്പൺ ആണ് AI. പക്ഷേ സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ പലതിനും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അതിൽപ്പെട്ട ഒന്നായിരിക്കും നമ്മൾ സെലിബ്രിറ്റീസ് വെച്ചുകൊണ്ടുള്ള ഇമേജ് ജനറേഷൻ എന്ന് പറയുന്നത്. ഞാൻ അഗൈൻ പറയുന്നത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. റീസൺ എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ വാല്യൂ ഒന്ന്. രണ്ടാമത്തെ കേസ് ഇതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ. ഏത് ബ്രാൻഡിനും ഏത് രൂപത്തിലുള്ള ഇമേജസും ജനറേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സാധനം വരരുത്. മേ ബി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സാധനം ഓരോ സെലിബ്രിറ്റീസും ഓരോ ടോക്കൺസ് വെച്ച് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു, അതൊരു ബ്രാൻഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്ക് DQന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ DQ ആ ബ്രാൻഡിന് ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ടോക്കൺ ജനറേറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അത് മേ ബി ഫ്യൂച്ചറിൽ നല്ലൊരു പരിധി റെസ്ട്രിക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കാം ഇനി അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇത്ര ഓപ്പൺ ആവാൻ ചാൻസ് ഇല്ല.